ഹലോ, ഒരു 1000 രൂപ ഉണ്ടാവോ എന്ന് മുഴുവൻ ചോദിക്കണ്ട. അതിന് മുന്നേ അയ്യോ ഞാൻ വിളിക്കാടെ എനിക്കൊരു കോള് വരുന്നു എന്നിട്ട് കട്ട് ചെയ്യണതാണ്. ഇപ്പോഴത്തെ ജോലിക്കൊക്കെ പോയിരുന്നു, പോകാൻ പറ്റാത്തൊരവസ്ഥ വന്ന്, യാത്ര ചെയ്യാനൊക്കെ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് വീട്ടിലിരുന്ന് തന്നെ ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായാലും ടൈലറിങ് പഠിക്കാനായാലും വണ്ണം കുറയ്ക്കണതിൻ്റെ എക്സസൈസുകൾ ആയാലും ക്രാഫ്റ്റ് വർക്ക് ആയാലും ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി അമ്മമാർ വീട്ടിലിരുന്ന് വിഷമിക്കുന്നുണ്ട്, പുറമേക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ നമുക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാം എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്ന അമ്മമാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇത് എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. ഒരുവിധ അമ്മമാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലറിങ് തന്നെയാണ്. അപ്പോൾ ഞാനും ആ ഫീൽഡ് തന്നെയാണ്, ടൈലറിങ് ആണ്. ഞാൻ ടൈലറിങ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നൈറ്റി, കുർത്തികൾ ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പുറമെന്നുള്ള ടൈലറിങ്ങും ഉണ്ട്. അപ്പോൾ ഒരുവിധം നമുക്ക് തയ്യൽ അറിയാവുന്നവരാണെങ്കിൽ ടൈലറിങ്ങിൻ്റെ ക്ലാസ് ഞാൻ ഓൺലൈൻ വഴി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കി പഠിച്ച് പുറമേക്ക് തയ്ച്ചു കൊടുക്കും. ചെറിയൊരു മെഷീൻ ഇല്ലാത്തവർക്ക് ഇപ്പോൾ അയൽക്കൂട്ടവും ഇതൊക്കെ വഴി നമുക്ക് എങ്ങനെയായാലും ഒരു 10,000 രൂപയ്ക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ അത് ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീൻ മേടിച്ചിട്ട് നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ടൈലറിങ് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടാവും, എന്ത് ചെയ്യാൻ ടൈലർ. അപ്പോൾ അവർക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൂടെ ഈ ഓൺലൈൻ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയും നൈറ്റിയുടെയും ക്ലാസ്സുകളാണ് തുടർച്ചയായിട്ട് വീഡിയോസ് ഇടാന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈലറിങ്ങിന് ടൈലറിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ടൈലറിങ്ങിൻ്റെ ക്ലാസ്സിൽ ചേരാം. അപ്പോൾ നമുക്കത് എന്തായാലും വീട്ടിലിരുന്ന് നമുക്ക് നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖലയാണ് ഈ ടൈലറിങ്. പിന്നെ വേണ്ട, നമുക്ക് നമ്മൾ തന്നെ തയ്ച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റിച്ചിങ് ചാർജ് അറിയാലോ. അപ്പൊ അത് തന്നെ നമുക്കൊരു നല്ലൊരു ഇതായിരിക്കും. അത് മേടിച്ച് ആദ്യം നമ്മുടെ വീട്ടിലുള്ള പഴയ തുണികളൊക്കെ വെച്ച് ഒരു സാരി എടുത്ത് ഒരു ടോപ്പ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടും ചെയ്യാം, ഒരു പഠിക്കും ചെയ്യാം. നമുക്കതൊരു ധൈര്യം. അങ്ങനെ കുറേശ്ശെ ആദ്യം അങ്ങനെ തയ്ച്ച് പഠിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേശ്ശെ പുറത്ത് അയൽവക്കത്തെ ആൾക്കാർക്കൊക്കെ റേറ്റ് കുറവിന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പുറമേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈലറിങ്ങിൻ്റെ കാര്യം അങ്ങനെ നല്ലൊരു വരുമാന മാർഗമാണ്. നമുക്ക് എപ്പോഴും കാശിലൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വരുമാനം ഉണ്ടായിരിക്കണം. കാശില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അതിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. ഇപ്പോൾ ഓരോരുത്തരും വന്ന് അവരുടെ ഇതുകളൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കാശില്ലാണ്ട് വിഷമിക്കുന്ന അമ്മമാര് വന്നതിന് പറയാം, അയ്യോ ഇപ്പോൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, അത്രയും നല്ല ഫ്രണ്ട്സുകൾ പോലും കാശ് കടം ചോദിക്കാനായിരുന്നു വിളിച്ച് ഹലോ, ഒരു 1000 രൂപ ഉണ്ടാവോ എന്ന് മുഴുവൻ ചോദിക്കണ്ട. അതിന് മുന്നേ അയ്യോ ഞാൻ വിളിക്കാടെ എനിക്കൊരു കോള് വരുന്നു എന്നിട്ട് കട്ട് ചെയ്യണതാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആ ഒരാള് ഒരു മാസം വരയ്ക്ക് നമ്മളെ ഒരു കോണ്ടാക്ട് ഉണ്ടാവില്ല, അറിയുപോലില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് വിളിക്കേ അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്നൊക്കെ തരണം ചെയ്ത് വന്നു എന്ന് ബോധ്യം വന്നു കഴിയുമ്പോഴായിരിക്കും അവരുടെ ഒരു കോള് വരിക. അപ്പൊ അതാണ് ഇപ്പോഴത്തെ കാലത്തെ ഒരു ഇത്. നമ്മൾ അതും പറഞ്ഞ് വിഷമിച്ചിരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തന്നെ സ്വയം ഒരു ഇതുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 10 പൈസ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇറങ്ങി തന്നെ വേണം, നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. നമുക്ക് എങ്ങനെയെങ്കിലും വരുമാന മാർഗം ഉണ്ടാക്കണം. നമുക്ക് കുറച്ച് കഷ്ടപ്പെട്ടായാലും ഒരു 10 പൈസ ഉണ്ടാക്കണം എന്നുള്ള ഉറച്ച ഒരു തീരുമാനം എടുത്തിട്ട് നമുക്ക് എന്തായാലും ഈ 2026 ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഈ വീഡിയോ ഇടുന്നത് തന്നെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാന മാർഗം അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടാനും. പിന്നെ ഇങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഓരോ ഇതൊക്കെ എടുത്ത് അങ്ങനെയാണ് ഇത്രയും നാളെ ഞാൻ യൂട്യൂബിനെ കണ്ടിരുന്നത്. വരുമാന മാർഗം അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്കും രക്ഷപ്പെടാനായിട്ടുള്ളൊരു മാർഗം കൂടിയായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. അപ്പോൾ ടൈലറിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ടൈലറിങ് ക്ലാസ്സിൽ ചേരാം. പിന്നെ അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ ചിലർ കുക്കിങ്ങിന് നല്ല ഇതുള്ളവരായിരിക്കാം, പാചകമൊക്കെ ചെയ്യാനായിട്ട് നല്ലോണം അറിയണവരായിരിക്കാം, അത് മതി. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ജസ്റ്റ് നല്ല നല്ല വീഡിയോസുകളൊക്കെ എടുക്കാൻ ഇങ്ങനെ
ആക്ടിങ് അറിയണവരുണ്ടാവും. വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ, പുറമേ നിന്നും പോയി ഇതാക്കാൻ പറ്റാണ് നല്ലോണം അഭിനയിക്കാറുള്ള അമ്മമാരും അവരൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ പാട്ടുകളിട്ട് ഷോർട്സ് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും യൂട്യൂബിലൂടെ നമുക്ക് വിജയിക്കാം. പിന്നെ ബ്യൂട്ടീഷ്യൻ, വണ്ണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ, മുഖസൗന്ദര്യം, അങ്ങനത്തെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നമുക്ക് ഇടാം. അതല്ലാതെ ക്രാഫ്റ്റ് വർക്ക്, ഞാൻ ക്രാഫ്റ്റ് വർക്ക്, ബ്യൂട്ടീഷ്യൻ, ടൈലറിങ് ഇതിന്റെ എല്ലാ വീഡിയോസുകൾ ഇതിൽ ഇടാറുണ്ട് കേട്ടോ. ഇപ്പൊ ഇനി മനസ്സിൽ വിചാരിച്ചിട്ടുമുണ്ട് തുടർച്ചയായിട്ട് ഇനി ഇവിടെ നമ്മുടെ വീഡിയോകൾ ഇടണം. ടൈലറിങ്ങിന്റെയും പിന്നെ അതുപോലെ ബ്യൂട്ടീഷ്യന്റെയും ക്രാഫ്റ്റ് വർക്കും, ഈ 3 വിചാരിച്ചിരിക്കുന്നത്. ഈ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഒത്തിരി പേര് ഇങ്ങനെ ചോദിക്കും, ചേച്ചിയെ അറിയോ വല്ലതും, എന്താ ചെയ്യണം, എന്താ വെച്ചാൽ ഞാൻ അത്യാവശ്യം വണ്ണുള്ളത് കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് യൂട്യൂബിലൂടെ തുടങ്ങാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഒപ്പം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയ വരുമാന മാർഗങ്ങൾ. അപ്പൊ എന്തായാലും എല്ലാവരും ഒരു നല്ലൊരു തീരുമാനത്തോടു കൂടി എങ്ങനെയെങ്കിലും നമ്മൾക്ക് പറ്റുന്ന വിധത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് പ്രത്യേകിച്ച് കാശ് ചെലവൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എല്ലാവരും ചെയ്യാം. വെറുതെ ഇരിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോൾ അയ്യോ ഇത്രയും നാള് നമ്മൾ വെറുതെ ഇരുന്നല്ലോ എന്നുള്ള ഒരു വിഷമം നമുക്ക് ഉണ്ടാവില്ല. അന്നേ ചെയ്തെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും, സത്യത്തിൽ ഞാനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് മടിയൊക്കെയുള്ള ആളാണ്. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടാവും അടുത്ത വീഡിയോ ഇടുക. പിന്നെ ജോലിക്കൊക്കെ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്ന് യാത്ര ചെയ്യാനൊക്കെ പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് വീട്ടിലിരുന്ന് തന്നെ ഇപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതില് ഞാൻ പറഞ്ഞതിൽ ഏതാണ് താല്പര്യം, ഏതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഇമ്പോർട്ടന്റ് കൊടുത്ത് അതിന്റെ വീഡിയോസുകൾ ഞാൻ ഇടാം. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായാലും ടൈലറിങ് പഠിക്കാനായാലും വണ്ണം കുറയ്ക്കണതിന്റെ എക്സസൈസുകൾ ആയാലും ക്രാഫ്റ്റ് വർക്ക് ആയാലും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നാളെ തൊട്ട് അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ട് നമുക്ക്